യാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യ യാഗത്തിൽ തന്നെ ആരാധന രണ്ടായി വഴിവരികയാണ്. ഒന്ന് ദൈവം പ്രസാദിക്കുന്ന യാഗം, മറ്റൊന്ന് ദൈവം പ്രസാദിക്കാത്ത യാഗം. എന്റെ ശ്രോതാക്കൾ നാണ്ടുതോറും ദിവസം തോറും ഇന്ന് രാത്രിയിലും ആരാധിക്കുന്ന ആരാധകർ, അതേത് ആരാധകരുമായിക്കൊള്ളട്ടെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ആരാധന രണ്ടായി വഴിപിരിയുന്നു. ഒന്ന് പ്രസാദിക്കുന്ന ആരാധന, മറ്റൊന്ന് ദൈവം പ്രസാദിക്കാത്ത ആരാധന. ഇത് രണ്ടും ഇന്നും ഭൂമുഖത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ ഭാഗ്യവാന്മാർ. ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ദൈവം പ്രസാദിക്കാത്ത ആരാധനയും ദൈവം പ്രസാദിച്ച ആരാധനയും രണ്ടായിട്ട് വഴിപിരിഞ്ഞു പോരുകയാണ്. അങ്ങനെ വഴിപിരിഞ്ഞു പോകുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഈ മനുഷ്യർക്ക് ദൈവത്തിന്റെ മുൻപാകെ എത്തിച്ചേരാൻ ദൈവം അവർക്ക് കൊടുത്ത യാഗങ്ങൾ, ആ യാഗങ്ങൾ പിന്നീട് എന്തായിട്ട് മാറുന്നു എന്നറിയാമോ? യാഗങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടാൻ വേണ്ടി കൊടുത്തതാണ്, ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി കൊടുത്തതാണ്. യാഗ നിയമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം ദൈവപ്രസാദം നേടേണ്ടതിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷെ സംഭവിച്ചത് എന്താ? കുറെ കഴിഞ്ഞപ്പോൾ ഈ യാഗങ്ങളെല്ലാം വെറും ആചാരമായിട്ട് അധപ്പതിക്കുക. ആചാരമായി മുഴുവൻ ആരാധനയും ആചാരമായിട്ട് മാറും. ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. ആരാധകര് ഹൃദയത്തിൽ നിന്ന് ബന്ധമില്ലാത്ത വഴിപാടുകൾ. എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാം, ആരാധകര് ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് കാണിക്ക എറിഞ്ഞു കൊടുക്കുക. ദൈവവുമായിട്ട് എന്ത് ബന്ധമാ അതിനുള്ളത്? ഞാൻ പറഞ്ഞല്ല, കവി പാടി, രണ്ട് തൊട്ടേകുകിൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയാണോ മതം തീർത്ത ദൈവം. ഈ രാത്രി ഇവിടെ ഈ പന്തലിൽ വന്നിരിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, അങ്ങേർക്ക് സുവിശേഷം അറിയാമോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ പ്രമുഖനായ കവി എഴുതി, രണ്ട് തൊട്ടേകുകിൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയാണോ മതം തീർത്ത ദൈവം. പാൽപായസം നൽകുകിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുമോ ഈ ദൈവം? ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ എടപ്പൂര് സഭയ്ക്ക് കൺവെൻഷൻ നടത്തുന്നതിന് സാമ്പത്തിക ദാരിദ്ര്യമുണ്ടെന്ന് കരുതി, ദൈവപ്രസാദം കിട്ടുമെന്ന് കരുതി നിങ്ങളെ കൊടുക്കാതെ നിങ്ങൾ ഇവിടെ കാണിക്കയിട്ടാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ദൈവശാസ്ത്രം. അതുകൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പാകെ അർപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ യാഗങ്ങൾ പിന്നീട് വലിയ ആചാരമായിട്ട് അധപ്പതിക്കുകയാണ്. ഹൃദയബന്ധമില്ലാത്ത യാഗങ്ങൾ അർപ്പിച്ചർപ്പിച്ച് യഹൂദമതം ഇങ്ങനെ തടിച്ചു കൊഴുത്തുരുട്ടിരിക്കുമ്പോൾ, സങ്കീർത്തന പുസ്തകത്തിൽ ഒരു പ്രവാചക ശബ്ദം, അത് ദൈവത്തിൻ്റെത്, ഹനനയാഗവും ഭോജനയാഗവും ഞാൻ ഇച്ഛിക്കുന്നില്ല. ഇനിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കിന് പഴയ നിയമ വാക്യങ്ങളുണ്ട്. ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ യാഗം വേണ്ട, എനിക്ക് നിങ്ങളുടെ വഴിപാട് വേണ്ട. എന്താ കാരണം? കാരണം പറയാം. വഴിപാടുകൾ, ആരാധന കേവലം ആചാരമായി. ദൈവം അറിയുന്നില്ല, ഈ യാഗം അർപ്പിക്കുന്നവനും അറിയുന്നില്ല. ദൈവവും മനുഷ്യനും പരസ്പരം ബന്ധമില്ലാത്ത, പരസ്പരം കണക്ട് ചെയ്യാത്ത കേവലം വഴിപാടുകൾ. ഒരു ഘട്ടമായപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഇനി നിങ്ങളുടെ യാഗം എനിക്ക് വേണ്ട, വഴിപാട് വേണ്ട. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്,
അപ്പോൾ ഒരു ശബ്ദം, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം തമ്പുരാൻ എനിക്ക് യാഗം വേണ്ട, വഴിപാട് വേണ്ട എന്ന് പറയുമ്പോൾ പ്രതിവാചകമായിട്ടുള്ള ഒരു ശബ്ദമാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. ആരുടെ ശബ്ദമാണിത്? ഒരു തർക്കവുമില്ല. വിശുദ്ധ ബൈബിളിന്റെ ദൈവശാസ്ത്രം പഠിച്ചാൽ ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പരമയാഗമായി തീരാൻ ഈ ഭൂമുഖത്തേക്ക് വന്ന നസ്രായനായ യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ്. എപ്പോഴാണ് ഈ ശബ്ദമുണ്ടാകുന്നതെന്നറിയാമോ? ഉലകത്തിന്റെ സ്ഥാപനം മുതൽ മാനവൻ വഴിപാടുകളിലൂടെ, ആരാധനയിലൂടെ, അർപ്പണങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും അത് ആചാരമായി അധപ്പതിക്കുകയും ചെയ്തപ്പോഴാണ് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശബ്ദമുണ്ടാകുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമുഖത്തേക്ക് വന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ? യേശു ഈ ഭൂമുഖത്തേക്ക് വന്നത് ഒന്ന് രോഗിയെ സൗഖ്യമാക്കാനല്ല, പ്രഥമ പരിപാടി കടം മാറ്റാനല്ല, വീട് തരാനല്ല, പിന്നെയോ ആചാരങ്ങളിൽ അധപ്പതിച്ചു പോയ ആചാരങ്ങൾ കൊണ്ട് പാപത്തിന് വിമോചനം നേടാൻ കഴിയാതെ പരാജയപ്പെട്ട മനുഷ്യന് വേണ്ടി ഒരു പരമയാഗമായി തീരാനാണ് നസ്രയനായ യേശു ഈ ഭൂമുഖത്ത് വന്നത്. ഒന്ന് കൈതട്ടി യേശുനാഥൻ ഈ ഭൂമുഖത്തേക്ക് വന്നതിനായി ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം പറയണം. യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് മാനവന് വേണ്ടി യാഗമാകാൻ. പ്രൈസ് ദി ലോർഡ്. യേശു ഇവിടെ വരുമ്പോ ഇതാ ഞാൻ വരുന്നു അതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. അപ്പൊ യേശു ക്രിസ്തു എവിടാ? ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്തു എവിടാ? അതാണ് പഠിക്കേണ്ടത്. അടുക്കി നമ്മൾ പഠിക്കുകയാണ്. യേശു ക്രിസ്തു എവിടായിരുന്നു? അതിന് മറുപടി പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം. ഞാൻ സുവിശേഷം പറയുന്ന എല്ലായിടത്തും പറയും, വേദപുസ്തകത്തിൽ രണ്ടാദിയുണ്ട്. രണ്ടാദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു യോഗത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, രണ്ടാദി ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ആദിയായിപ്പോയി. ഞാൻ ചോദിച്ചു, ഇപ്പൊ ആദി മാറിയോ? ഇപ്പൊ മാറിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ടാദി ഉണ്ട് എന്ന് കേട്ടപ്പോ വല്ലാത്ത ആദിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആദിയോടന്തം പ്രസംഗം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ആദി മാറി വീട്ടിൽ പോവാം, അല്ലെ ആദി കൂടിപ്പോവും. രണ്ടാദി, ഒന്ന് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഇതാണ് ആദ്യ ആദി പുസ്തകത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ആദിയാണ് ആദിയിൽ വചനം ഉണ്ടായി. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതിലെ ഏതാണ് ആദ്യ ആദി? ഒന്നാമത്തെ ആദിയാണോ ആദ്യ ആദി, അതോ രണ്ടാമത്തെ ആദിയാണോ ആദ്യ ആദി? ഇപ്പം മുഴുവൻ ആദിയായിട്ടാണ്. പെട്ടെന്ന് ആളുകള് ആദ്യം കാണുന്നതാണ് ആദി എന്നാണ് നമ്മുടെ രീതി. പക്ഷെ വിശുദ്ധ ബൈബിളിൽ ആദ്യം കാണുന്നതല്ല ആദ്യ ആദി. ആദ്യം കാണുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആദി ഈ പ്രപഞ്ചത്തിന്റെ ആദിയാണ്, ഭൂമിയുടെ ആദിയാണ്, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ആദിയാണ്, വൃക്ഷലതാദികളുടെ ആദിയാണ്, ജീവന്റെ ആദിയാണ്. പക്ഷേ അതിനു മുൻപ്, പ്രപഞ്ചത്തിനു മുൻപ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, വൃക്ഷലതാദികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ആദിയുണ്ട്.
ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരേ ഒരുവൻ, അവനാണ് സർവശക്തനായ ദൈവം. അവനാണ് നസ്രായനായ യേശുക്രിസ്തു. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അങ്ങനെ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നവനാണ് നസ്രായനായ യേശുക്രിസ്തു. ആ യേശു പറയുന്നത്, യാഗങ്ങൾ മുഴുവൻ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഉതകാത്ത ആചാരമായി അധപ്പതിച്ചപ്പോൾ ആ യേശു ആദിയിൽ ഇരുന്നു കൊണ്ട് പറയുക, ഇതാ ഞാൻ വരുന്നു. എവിടേക്ക്? ഈ ഭൂമിയിലേക്ക് വരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു അതുല്യൻ, യേശു സർവശക്തൻ, യേശു വാക്കുമാറാത്തവൻ, യേശു സകല നാമത്തിലും മേലായ നാമമുള്ളവൻ, യേശു ഉന്നതരിൽ ഉന്നതൻ, അവൻ രാജാക്കന്മാരുടെ രാജാവ്. കാരണം അവൻ ആദിയിൽ ഉണ്ടായിരുന്നവൻ. ബൈബിൾ ദൈവശാസ്ത്രം പഠിക്കണം. ഒരു അച്ചായൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നാ ഉണ്ടായത്? നിങ്ങൾ ഇന്നലെ വല്ലതും അല്ലേ ഉണ്ടായത്?